നിങ്ങൾ കൃപാസനത്തിൻ്റെ പ്രേക്ഷിതർ പോകുമ്പോൾ എപ്പോഴും ഓർക്കുക, കൃപാസനം വചന വിശകലനം നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും അറിയാൻ എന്താണ്, അത് ജീവിതത്തോട് ആഭിമുഖ്യം കാണിക്കുന്നതാണ്. ജീവിതത്തിൽ പൊരുതുന്ന മനുഷ്യൻ മുറിവുകൾ വകവെക്കാൻ യുദ്ധം ചെയ്യാൻ വേണ്ടി അവന് ആവേശവും ഇന്ധനവും യുദ്ധസ്ഥലങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. ശരിക്കും ഗോലിയാത്തിനെ കൊല്ലണതിന് മുമ്പേ ദൈവം ഗോലിയാത്തിനെ കൊല്ലാൻ ഏൽപ്പിച്ച ആരെയാണ് ഏൽപ്പിച്ചത്? യുദ്ധസ്ഥലത്ത് അപ്പവും കൊണ്ടുപോയവനാണ്. ഞാൻ പലപ്പോഴും ഞാൻ എന്താ സംസാരിക്കണമെന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും എൻ്റെ മനസ്സിൽ വധിക്കണം, നീ ദാവീദാണ്, നിൻ്റെ പണി യുദ്ധസ്ഥലത്ത് അപ്പവും കൊണ്ടുപോവുകയാണ്. കാര്യം യുദ്ധം ചെയ്യുന്ന സ്ഥലത്ത് അപ്പവും കൊണ്ടുപോകും. അവനെയാണ് ഗോലിയാത്തിനെ കൊല്ലാൻ വേണ്ടി ഏൽപ്പിക്കുന്നത്. ഞാനിത് പറയണത് എന്താ അറിയാമോ, ഞാനെപ്പോഴും ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ബൈബിൾ നോക്കത്തുള്ളൂ. കാര്യം എൻ്റെ മിഷൻ അതാണ്. ഓരോരുത്തർക്കും ഓരോ മിഷനല്ലേ. ഉദാഹരണത്തിന് ഈ എഫേസ്യൻസ് വായിച്ച്, എഫേസ്യൻസ് 4:29 വായിച്ച്, നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകുന്ന വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. അവരുടെ കേൾവിക്കാരുടെ ഉന്നതിക്കുതകുന്ന വിധമായിരിക്കണം കർത്താവിൻ്റെ വചനവും. അല്ലെങ്കിൽ നിങ്ങളൊരാളെ കാണുമ്പോൾ അയാളെ സുവിശേഷത്തിലേക്ക് ക്ഷണിക്കുന്നതും കർത്താവിൻ്റെ വിശ്വാസം കൈമാറുന്നതും കർത്താവിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നതും എല്ലാം അതിലെന്താണ്. പക്ഷെ അത് ഇംഗ്ലീഷ് തർജ്ജമ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര രസമാണ്. അതായത് യൂസ് ഹെൽപ്ഫുൾ വേർഡ്സ് എന്തിനു വേണ്ടി? ടു ബിൽഡിങ് അതേഴ്സ് അപ്പ് അക്കോർഡിംഗ് ടു ദെയർ നീഡ്സ് എന്നാണ്. ഉന്നതി എന്നല്ല കിടക്കുന്നത്. ജനങ്ങളുടെ ആവശ്യങ്ങളെ നോക്കിയിട്ട് കർത്താവിൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനം അവർക്ക് പ്രയോജനകരമായ രീതിയിൽ അവർക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് വളരെ വിലപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇരിക്കണം നമ്മൾ പത്രം കൊണ്ട് പോകുമ്പോഴും, അതുപോലെ തന്നെ ആൾക്കാരോട് സംസാരിക്കുമ്പോഴും അവരുടെ ആവശ്യം വിവേചിച്ചിട്ട് വേണം പ്രാർത്ഥിക്കുവാനോ ഉടമ്പടിയുടെ ഉപദേശങ്ങൾ നൽകുവാനോ. കാര്യം ഇപ്പോൾ ഒത്തിരി പേര് ഉടമ്പടി ഒരു പുതിയ സബ്ജക്റ്റ് ആയത് കാരണം ആൾക്കാർക്ക് അറിയാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടാകും. അതുതന്നെയാണ് സുവിശേഷ വേലയുടെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്.